4 years ago, Rahim's age was 3 times the age of Ram. After 2 years, this would become 2 times. What are their ages now? സോ ഈ കഥയ്ക്കകത്ത് രണ്ടാൾക്കാരാണ് ഉള്ളത്, റഹീമും രാമും. അവരുടെ ഏജസിനെ പറ്റിയാണ് കഥ പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം, റഹീമുണ്ട്, രാമു ഉണ്ട്. ഇനി അവരുടെ ഏജസിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? 4 years ago, Rahim's age was 3 times the age of Ramu. അപ്പൊ 4 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ ഏജ് അല്ലെ, അറ്റ് ലാസ്റ്റ് അവസാനം ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, വാട്ട് ആർ ദിയർ ഏജസ് നൗ. ഇപ്പോഴത്തെ ഏജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോഴത്തെ ഏജ് എക്സും വൈ എന്ന് വിചാരിച്ചേക്കാം. പ്രസന്റ് ഏജ്, പ്രസന്റ് ഏജ് ഓഫ് റഹീം എക്സും പ്രസന്റ് ഏജ് ഓഫ് രാമു വൈ എന്ന് വിചാരിച്ചേക്കാം. ഇനി ക്വസ്റ്റ്യൻ അത് തുടക്കത്തിലേ പറഞ്ഞിരിക്കുന്നത് 4 years ago, 4 കൊല്ലം മുൻപ് അല്ലെ, ബിഫോർ 4 years. 4 കൊല്ലം മുമ്പ് എന്തായിരിക്കും ഏജ്? റഹീമിന് x-4 ആയിരിക്കും ഏജ്, രാമുവിന് y-4 ആയിരിക്കും ഏജ്. ആണല്ലോ, റഹീമിന് x-4ഉം രാമുവിന് y-4ഉം. ഇനി ഇവർ തമ്മിലുള്ള കണക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. റഹീംസ് ഏജ് വാസ്, ഇതാണ് റഹീമിന്റെ ഏജ്. റഹീംസ് ഏജ് വാസ് എന്ന് പറയുമ്പം x-4 ഈസ് ഈക്വൽ ടു, ഇനി 3 times the age of രാമു. 3 times the age of രാമു എന്ന് പറയുമ്പോൾ നമ്മൾ 3 times y-4 എന്ന് എഴുതും. ഉണ്ടോ ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്തത്. ഇതിനകത്ത് y-4 ബ്രാക്കറ്റിനകത്ത് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. ഇനി ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തൊരു നോർമൽ ഇക്വേഷൻ പോലെ ആക്കിയെടുക്കാം. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് x-4 ഉണ്ട്. ഇനി 3 ബ്രാക്കറ്റിന്റെ അകത്തോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ 3 into 4 3y, 3 into y 3y, and 3 into -4 -12 വരും. അപ്പൊ ഇവിടെ 3y -12 എന്ന് വന്നു. ഇനി രണ്ട് സൈഡിലും നമ്പേഴ്സ് ഇരിപ്പുണ്ട്, നമുക്ക് അതൊന്ന് കമ്പൈൻ ചെയ്യാം. സോ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് ഐ മീൻ എക്സും വൈ ഒക്കെ മൂവ് ചെയ്യിക്കാം. ഞാനിപ്പോ ഈ 3y എടുത്ത് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇവിടെ x -3y ആയി, കാരണം 3y റൈറ്റ് സൈഡിൽ പോസിറ്റീവ് അല്ലെ. ഇയാൾ നോക്കിയാൽ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന അഡീഷൻ ആയിരുന്നു ഓപ്പറേഷൻ, ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ സബ്ട്രാക്ഷൻ ആയി. ഇനി ഇവിടെ ഓൾറെഡി ഒരു -4 ഉണ്ട്. ഓക്കെ, ആ -4നെ എടുത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കാം. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ -4 അപ്പുറത്തോട്ട് പോകുമ്പോൾ +4 ആവും. ഓൾറെഡി റൈറ്റ് സൈഡിൽ ഒരു -12 ഉണ്ട്, -12 + 4 ആയി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ വന്നത് x -3y ഈക്വൽ ടു -12 + 4 -8. ഓക്കെ അല്ലെ? പോസിറ്റീവും നെഗറ്റീവും ആണ് നമ്മൾ ആഡ് ചെയ്തത്. പോസിറ്റീവും നെഗറ്റീവും ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലുത് ആരാന്ന് നോക്കണം. ഓക്കെ, വലുത് ഇവിടെ 12 ആണ്, അപ്പൊ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 12 ഇവിടെ നെഗറ്റീവ് ആയിട്ടായിരിക്കുന്നത്, ആൻസർ നെഗറ്റീവ് ആണ്. ഇനി 12നെ 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8 നെഗറ്റീവ്. അങ്ങനെയാണ് ഇക്വേഷൻ ഫോം ആയത്. ഇനി അടുത്തൊരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times. ദിസ് വുഡ് ബിക്കം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് എങ്ങനെയാ കണ്ടീഷൻ എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ആഫ്റ്റർ 2 years, എന്തായാലും 2 years ആഫ്റ്റർ എന്തായിരിക്കും ഇവരുടെ ഏജ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം, ആഫ്റ്റർ 2 years റഹീമിന്റെ ഏജ് x+2 ആയിട്ടുണ്ടാവും, രാമുവിന്റെ ഏജ് y+2 ആയിട്ടുണ്ടാവും. ഇതാണ് ആഫ്റ്റർ 2 yearsന്റെ ഏജ് വരുന്നത്. ഇനി ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സെന്റൻസിൽ റഹീംസ് ഏജ് വാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം റഹീംസ് ഏജ് ആഫ്റ്റർ 2 years എന്ന് തന്നെ നമുക്ക് അടുത്ത കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ദിസ് വുഡ് ബിക്കം 2 times എന്നാണ് പറഞ്ഞത്. അതായത് 3 times എന്നുള്ളത് മാറിയിട്ട് 2 times ആവും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ആഫ്റ്റർ 2 years ആയതുകൊണ്ട് നമ്മൾ x+2 ഈസ് ഈക്വൽ ടു 2 times y+2 എന്ന് എടുക്കണം. ഓക്കെ ആണോ? ഒന്നും കൂടി പറഞ്ഞു തരാം. ഇതിനകത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കൂടി എടുത്തു വെച്ച് ആലോചിക്കണം. ആഫ്റ്റർ 2 years, ആഫ്റ്റർ 2 years രണ്ടുപേരുടെ ഏജ് x+2 y+2 ആയിട്ടായിരിക്കുന്നത്. ദിസ് വുഡ് ബിക്കം, അതായത് റഹീംസ് ഏജ് വുഡ് ബിക്കം, റഹീംസ് ഏജ് x+2 ആണ്. x+2 വുഡ് ബിക്കം എന്ന് പറയുമ്പോൾ x+2 ഈസ് ഈക്വൽ ടു 2 times, ഇവിടെ 3 times നമ്മളെടുത്ത് 2 times ആയി, 2 times the age of രാമു. ഏജ് ഓഫ് രാമു ആഫ്റ്റർ 2 years y+2 ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്തത്. ഇനി നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു പ്രോപ്പർ ഇക്വേഷന്റെ ഫോമിലോട്ട് ആക്കാം. അവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുണ്ട് അല്ലേ, 2 ബ്രാക്കറ്റിന്റെ പുറത്തുണ്ട്. സോ ലെഫ്റ്റ് സൈഡിൽ x+2 ഉണ്ട്, ഈക്വൽ ടു 2 ബ്രാക്കറ്റിന്റെ അകത്തോട്ട് പോകുമ്പോൾ 2 into y 2y പ്ലസ്
2 into 2 4 എന്ന് വന്നു. ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് 2y എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു, ഇനി കാരണം എങ്ങനെയാ, ഇവിടെ 2yയുടെ ജോലി റൈറ്റ് സൈഡിൽ 2y ആയിരുന്നപ്പം 2yയുടെ ജോലി അഡീഷൻ ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയി, സബ്ട്രാക്ഷൻ ആയി. ഇനി അതുപോലെ ഇവിടെ +2 ഉണ്ട്, +2 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -2 ആവും. അപ്പോ 4 -2 2 എന്ന് വന്നു. അപ്പൊ നമ്മുടെ പുതിയ ഇക്വേഷൻ എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്നാണ്. അങ്ങനെ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് എക്സിന്റെയും വൈയുടെയും ടേംസിൽ. നമുക്ക് അതൊക്കെ നമ്പർ ഇട്ടേക്കാം. ഇത് ഫസ്റ്റ് ഇക്വേഷനും ഇത് സെക്കൻഡ് ഇക്വേഷനും ആയിട്ടിരിക്കട്ടെ. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെ നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് എടുക്കാം എന്നുള്ളതാ. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ തന്നെ എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നെഗറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ് കോഎഫിഷ്യന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് മൂവ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കുന്നത് എക്സ് മൈനസ് 3y ഈക്വൽ ടു -8. സെക്കൻഡ് ഇക്വേഷൻ വന്നിരിക്കുന്നത് എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്നാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മൈനസ് സെക്കൻഡ്, അപ്പോ എക്സും എക്സും ക്യാൻസൽ ആയി പോകും അല്ലെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഇനി ഇവരെയാണ് സബ്ട്രാക്ട് ചെയ്യാനുള്ളത്. -3y മൈനസ് -2y, -3y മൈനസ് -2y. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവും അല്ലെ, -3y പ്ലസ് 2y എന്ന് വരും. കണ്ടോ, എവിടെ മൈനസും മൈനസും പ്ലസ് ആയത്, ഇവിടെയാണ്. കണ്ടോ, മൈനസും മൈനസും പ്ലസ് എന്നായി. അപ്പൊ -3y പ്ലസ് 2y എന്നായി. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് -3 പ്ലസ് 2 എത്രയാണെന്നാ. -3 പ്ലസ് 2, പോസിറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ വലുതാരാ എന്നാ നോക്കേണ്ടത്. വലുത് ഇവിടെ 3 ആണ്. 3 നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആണ്. എന്നിട്ട് 3 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1, -1 ആണ് വരുന്നത്. അതായത് -3y പ്ലസ് 2y ചെയ്താൽ എനിക്ക് -5 എന്ന് കിട്ടും. -1y നമ്മൾ നോർമലി എഴുതത്തില്ല, അത് -y എന്ന് എഴുതാറുള്ളൂ എളുപ്പത്തിന്. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഉള്ളത് -5 ആണ് അല്ലെ, സബ്ട്രാക്ട് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡില്. റൈറ്റ് സൈഡിലും ഇതേപോലെ സബ്ട്രാക്ട് ചെയ്യണം. -8 -2 എത്ര വരും, നമുക്ക് ചെയ്ത് നോക്കാം. -8 -2, ഇത് നമുക്ക് -8 പ്ലസ് -2 സ്പ്ലിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ കയ്യിൽ ഇവിടെ ഈ ഒരു നെഗറ്റീവ് സൈൻ ഇല്ലേ, ഇത് എല്ലാ കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന് നമുക്കത് മാറ്റിയിട്ട് മൈനസും പ്ലസും അടുത്തിട്ട് തിരുത്താൻ മൈനസ് ആണെന്നറിയാലോ, കണ്ടോ. അപ്പൊ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്ലസ് മൈനസ് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അപ്പൊ -8 -2 -8 പ്ലസ് -2 എന്നാക്കി. ഇപ്പം അഡീഷൻ ഓഫ് 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക അല്ലെ. 8 + 2 10 ആയി, -10. അപ്പൊ -5 ഈക്വൽ ടു -10 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 10 എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ഈ y? രാമുവിന്റെ ഏജ് ആണ്. രാമുവിന്റെ ഏജ് 10 ഇയേഴ്സ് ആണെന്നാണ് നമുക്കിപ്പോ മനസ്സിലായത്. രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഏജ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ, വാട്ട് ആർ ദെയർ ഏജസ് നൗ, ഇപ്പോഴത്തെ ഏജ്. അപ്പൊ രാമുവിന്റെ ഏജ് നമുക്ക് കിട്ടി. ഇനി റഹീമിന്റെ ഏജും കൂടി കിട്ടണം. റഹീമിന്റെ ഏജ് കിട്ടാൻ ഏതെങ്കിലും ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി. ഞാനിപ്പം ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുത്തേക്കാം. ഫസ്റ്റ് ഇക്വേഷന്റെ അകത്ത് y ഈക്വൽ ടു 10 അല്ലെ, നമുക്കിപ്പോ കിട്ടിയ y ഈക്വൽ ടു 10 എന്ന് അവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഈക്വൽ ടു 10 എന്ന് ഇവിടെ കൊടുത്തു കഴിയുമ്പോ എക്സ് -3y ഈക്വൽ ടു -8 എന്നാണ്. ഓക്കെ, ഇതിനകത്ത് ഈ y ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം, ഞാൻ 10 എന്ന് കൊടുക്കണം. ഓക്കെ, കാരണം y-യുടെ വാല്യൂ ഇപ്പൊ 10 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഈ y മാറ്റിയിട്ട് ഇൻറ്റു 10 എന്ന് കൊടുക്കുക. ഓക്കെ, ഇൻറ്റു 10. അപ്പം എക്സ് -30 ഈക്വൽ ടു -8 എന്ന് വന്നു അല്ലെ. എക്സ് -30 ഈക്വൽ ടു -8. ഇനിയോ, ഇനി ഞാൻ ആ -30 എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. എന്തിനാ, എക്സ് കിട്ടണം, എക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു -8. ഓൾറെഡി റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു. ഇനി -30 അപ്പുറത്തോട്ട് പോകുമ്പോൾ +30 എന്നാവും. -8 + 30 22. ഓക്കെ, അവിടെ വലിയ നമ്പർ പോസിറ്റീവാ, 30 പോസിറ്റീവാ. 30 8 സബ്ട്രാക്ട് ചെയ്യുക, 22 വലിയ നമ്പറിന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ആയിട്ടിരുന്നു. അങ്ങനെ റഹീമിന്റെ ഏജ് 22 ഇയേഴ്സ് ആണെന്നും കിട്ടി. രണ്ടുപേരുടെ ഏജ് കിട്ടി. കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.